ഇവിടെയാണ് ഡോർ വന്നിരിക്കുന്നത്, ടോട്ടൽ ലോസ്. ഇവിടെയാണ് ഡോർ വന്നിരിക്കുന്നത്, ഇദ്ദേഹം സമ്പന്നനാവും, കോടീശ്വരനാവും. ഇവിടെയാണ് ഡോർ വന്നിരിക്കുന്നത്, ഇദ്ദേഹം തൊഴിൽപരമായിട്ട് അതിൻ്റെ അങ്ങേയറ്റത്തെ ലെവലിലെത്തും. ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ പ്രകാരം പ്രധാന ഡോറിൻ്റെ സ്ഥാനം കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ, അതായത് കറക്റ്റ് സ്ഥലങ്ങൾ നല്ല ഫ്ലൈങ് സ്റ്റാർ കോമ്പിനേഷനിൽ വന്നില്ലെങ്കിൽ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ദോഷത്തിനോടൊപ്പം ഫലവും നോക്കാം, രണ്ടും നോക്കാം. ഇപ്പോൾ ഒരു തെക്ക് ദർശനമായൊരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 8 ദിക്കിലും നമുക്കിതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ആദ്യം കന്നിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കന്നിയിൽ ഇവിടെ പ്രധാന ഡോറ് വന്നാൽ ഫംഗ്ഷു പ്രകാരമുള്ള കാര്യമാണ് പറയുന്നത്. നല്ല പ്രോസ്പിരിറ്റി ഉണ്ടായിരുന്നു 2024 വരെ. ഇനി ആ പ്രോസ്പിരിറ്റി അവിടെ കിട്ടത്തില്ല. അവിടെ പ്രധാന ഡോർ ഉണ്ടായിരുന്ന വീട്ടിൽ ഇവിടെ ഡോർ വന്നു, ഗുണവുമില്ല ദോഷവുമില്ല. ഇവിടെ ഡോർ വന്നു, കലഹം. ഈ ഭാഗത്ത് ഡോർ വന്നു. ഇത് എവിടെയാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഇവിടെയുണ്ട്. ഇത് നോർത്ത് വെസ്റ്റിലാണ്. ഞാൻ അതും കൂടെ പറഞ്ഞു പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല. നോർത്തിൽ ഡോർ വന്നു. ഈ നോർത്തിൻ്റെ ഡോറിൻ്റെ കാര്യമാണോ പറയുന്നത്? അല്ല, നോർത്ത് ഡോറിൽ 9-7 കോമ്പിനേഷൻ വന്നാലുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ പറ്റിപ്പാണ്, ഇവിടെയാണെങ്കിൽ കലഹമാണ്. ഇവിടെ ഡോർ വന്നു, ഇവിടെയാണെങ്കിൽ ടോട്ടൽ ലോസ്. ഇവിടെയാണ് ഡോർ വന്നിരിക്കുന്നത്, ടോട്ടൽ ലോസ്. ഇവിടെയാണ് ഡോർ വന്നിരിക്കുന്നത്, ഇദ്ദേഹം സമ്പന്നനാവും, കോടീശ്വരനാവും. ഇവിടെയാണ് ഡോർ വന്നിരിക്കുന്നത്, ഇദ്ദേഹം തൊഴിൽപരമായിട്ട് അതിൻ്റെ അങ്ങേയറ്റത്തെ ലെവലിലെത്തും. ഇവിടെയാണ് ഡോർ വന്നിരിക്കുന്നത്, തൊഴിൽപരമായിട്ട് അങ്ങേയറ്റം. ഇവിടെയാണ് ഡോർ വന്നിരിക്കുന്നത്, ടെൻഷൻ ആയിരിക്കും, 24 മണിക്കൂറും ടെൻഷൻ ആയിരിക്കും. ഇവിടെയാണ് ഡോർ വന്നിരിക്കുന്നത്, പ്രോസ്പിരിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. ഇത് നമ്മുടെ വാസ്തുവിൽ ഓരോ ദിക്കിലും വരുന്ന ഉച്ച നീചങ്ങളനുസരിച്ചിട്ടാണ് നമ്മൾ പ്രധാന ഡോറിൻ്റെ സ്ഥാനനിർണ്ണയങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ അതല്ല. ഇവിടെ ആ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ പ്രകാരം ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ വെച്ചിട്ടാണ് നമ്മളിവിടെ ഡോറിൻ്റെ സ്ഥാനവും പ്രശ്നവും പരിഹാരവും പറഞ്ഞത്. അപ്പം ഗുണവും നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, ദോഷവും നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. യഥാസ്ഥാനം കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി ഡോറ് വെച്ച് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഡോറിൻ്റെ കാര്യം. ഇനി ഇതേപോലെ തന്നെ ബെഡ്റൂമിൻ്റെ കാര്യമുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ബെഡ്റൂമിലാണ് ഇവർ കിടക്കുന്നത്. സൂപ്പർ ബെഡ്റൂമാണ്. തൊഴിൽപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ഈ ബെഡ്റൂം കിട്ടും. ഈ ബെഡ്റൂമിലാണ് അവർക്ക് കിടക്കുന്നത്. ഇതിനകത്ത് ഈശ്വരാനുഗ്രഹമുള്ളൊരു റൂമാണ്. ഇതിനകത്താണ് കിടക്കുന്നത്, ടോട്ടൽ ലോസ് ആണ്. ഇത് ദിക്കല്ല ഞാൻ പറയുന്നത്, ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് പറയുന്നത്. ഇതിനകത്താണ് കിടക്കുന്നത്, ശരിക്ക് ഗുണമുള്ളൊരു ബെഡ്റൂമാണ്. ഇതിനകത്താണ് കിടക്കുന്നത്, പൈസ നാട്ടുകാർ വാങ്ങിച്ചാൽ തിരിച്ചു തരത്തേയില്ല. ഇതിനകത്താണ് കിടക്കുന്നത്, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടും. ഇതിനകത്താണ് കിടക്കുന്നത്, എപ്പോഴും കലഹമായിരിക്കും. ഇതിനകത്താണ് കിടക്കുന്നത്, നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാറും അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും കണ്ടെത്തുന്നത്. ഇത് ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിനുമുണ്ട്. ഇതൊന്നുമില്ല, ആകെ 100 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. അതിനകത്താണ് അവരുടെ എല്ലാ കാര്യങ്ങളും. അതിനകത്ത് കിടക്കുന്നു, അതിനകത്ത് പാചകം ചെയ്യുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്താണ്. അതിനകത്തും ഈ ഫ്ലൈങ് സ്റ്റാർ ഉണ്ട്. ഈ 5000 സ്ക്വയർ ഫീറ്റുള്ള വീടിലും ആ ഫ്ലൈങ് സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഫ്ലൈങ് സ്റ്റാറിൽ വരുന്ന നക്ഷത്രങ്ങൾ അത്രയേറെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് ഒരുപാട് പേർക്ക് അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു മഹത്തായ ശാസ്ത്രമുണ്ടെന്നും ഇത്തരത്തിലൂടെ ഇത്തരം കാര്യങ്ങളുണ്ടെന്നും അതിനെ യഥാവിധി നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ഇപ്പോഴത്തെ നില മാറുമെന്നും ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത്. ഇനി നമുക്ക് ഫംഗ്ഷയുടെ ചില സിംബലുകളെ പറ്റിയും അതിൻ്റെ പ്രയോജനങ്ങളെ പറ്റിയും നോക്കാം. ഇത് ഡ്രാഗൺ ബോട്ടാണ്, സമ്പത്തിന് വേണ്ടിയിട്ട്. ഇത് മാൻഡേരിയൻ ഡെക്സ് ആണ്, കപ്പിൾസിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ട്. ഇത് ചെയർ ബുദ്ധയാണ്, എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്ത് നിറഞ്ഞ് ഒരു ബുദ്ധൻ അങ്ങനെ ഇരിക്കുക, പ്രധാന ഡോറിലോട്ട് നോക്കി. ഇതൊരു വെൽത്തിൻ്റെ ട്രീ ആണ്, ഒരു വെൽത്ത് ബൗളിലിരിക്കുകയാണ്. ഇത് സാമ്പത്തികമായിട്ട് ഒത്തിരി ഗ്രോത്ത് ഉള്ള ഒരു ടൂളാണ്. ഇതെവിടെ വയ്ക്കാം? സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കാം. അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.